ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എഫ്ഐആർ ആവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചു. കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ അപേക്ഷ റാന്നി കോടതി തള്ളിയിരുന്നു. കേസിലെ കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ വാദം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. അഹമ്മദ് മുജിതബയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. മുജിതബ, മറ്റെന്തൊക്കെയാണ് ഇഡിയുടെ വാദങ്ങൾ? വർഷ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതിന്റെ പ്രസക്തമായ കാര്യങ്ങൾ, സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളുടെ കീഴിൽ വരുന്ന, അതിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അന്വേഷണം നടത്താൻ അധികാരമുള്ള, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾക്ക് അധികാരമുള്ള ഏക ഏജൻസിയാണ് ഇഡി. അതുകൊണ്ട് PMLA നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്. കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടെത്തി അത് എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ മാറ്റി ഉപയോഗിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് FIRന്റെ പകർപ്പ് ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. കാര്യം സാധാരണഗതിയിൽ ഇഡി ഒരു ECIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഉപോത്ഫലകമായി പോലീസോ അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികളോ നേരത്തെ രജിസ്റ്റർ ചെയ്ത ചില കേസിന്റെ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ റാന്നി കോടതിയിൽ ഇതിന്റെ FIRഉം അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് നേരത്തെ സമീപിച്ചത്. പക്ഷെ ആ ആവശ്യം തള്ളിയ റാന്നി കോടതിയുടെ നിയമ നടപടിക്കെതിരെയാണ്, അല്ലെങ്കിൽ റാന്നി കോടതിയുടെ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്. ഇഡി അന്വേഷണത്തിന്റെ നിയമസാധുത പരിശോധിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കാനോ ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല. അതിനാൽ രേഖകൾ നൽകാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ ഏറ്റവും പ്രധാനമായി ഇവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ 17-ാം തീയതി ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ആ പരിഗണനയ്ക്ക് ശേഷമായിരിക്കും, പ്രത്യേകിച്ച് റാന്നി കോടതിയുടെ നിയമ നടപടികളിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ നൽകേണ്ടതുണ്ടെന്ന് ഉൾപ്പെടെയുള്ള വിശദമായ പരിഗണനയ്ക്ക് ഈ കേസ് വരേണ്ടതുണ്ട്. എന്തായാലും 17-ാം തീയതി ജസ്റ്റിസ് CS ഡേസ് ആണ് ഈ കേസ് പരിഗണിക്കുന്നത്. വർഷ.